നമ്മളെല്ലാവരും ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ദാ ഈ ഒരു നടുക്കത്തെ 2 ബൈപ്പാസിന് നടുക്കായിട്ട് ഒരു ഗ്രില്ല് പോലെ അടിച്ചേക്കുന്നുണ്ടല്ലേ സ്റ്റീൽ കമ്പിയിൽ. അതായത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ സൈഡിൽ, അതായത് ബൈപ്പാസിൻ്റെ സൈഡിൽ കമ്പിയോ പൈപ്പോ വെച്ചൊന്നും ക്രോസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ആൾക്കാർക്ക് ഈ ഓട്ടോറിക്ഷയോ ബസ്സോ അല്ലെങ്കിൽ കാറോ എങ്ങനെ വേണോ ഇവിടുത്തെ ആൾക്കാർക്ക് കയറി യാത്ര ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പം റോഡ് അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് സേഫ്റ്റിയാണ്. കാരണം വണ്ടി ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടിയാണ് ഈ കമ്പി കണ്ടില്ലേ, നമ്മൾ ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ ഒട്ടുമിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത്. ഇവിടെ ഈ കമ്പി വെച്ച് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അപ്പുറം ഇപ്പുറം പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, ഈ സ്ഥലം നമ്മളെ തിരുവല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ഥലം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ ഈ കരയുള്ളത് ഈ കല്ലിൽ ചവിട്ടിയാണ് കുറേ അമ്മമാരും പ്രായമുള്ളവരൊക്കെ ബൈപ്പാസിൽ കയറി ആട്ടയാലും ബസ്സായാലും ടാക്സി ആയാലും പിടിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബൈ റോഡിൽ നോക്കി ഒരു വണ്ടി പോകുന്നുണ്ടെന്ന് നോക്കി. ഈ ബൈ റോഡിൽ നിന്ന് എവിടെ ആർക്ക് എപ്പോൾ വണ്ടി കിട്ടി ഏത് കാലത്ത് പോകും? ഈ ബൈ റോഡിൽ വണ്ടി വരത്തില്ല, ആട്ടയും വരത്തില്ല. ആട്ടയായാലും കാറായാലും എന്തെങ്കിലും പോകുന്ന ആ ബൈപ്പാസിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ സൈഡിലെ കമ്പി അടിച്ചേക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ബൈപ്പാസ് റോഡ് അതോറിറ്റിക്കാർ ചെയ്യേണ്ടത് ആ സെൻറ്ററിലെ ബൈപ്പാസ്, 2 ബൈപ്പാസിൻ്റെ സെൻറ്ററിൽ കമ്പി വരുമ്പോൾ ഇഞ്ചെക്കിലിൻ്റെ ഇപ്പുറത്ത് അടിച്ചതുപോലെ അങ്ങനെ ചെയ്യണം. ഈ സൈഡിലെ നെറ്റുകളായി കളഞ്ഞാൽ സാധാരണക്കാർ റോഡ് ക്രോസ് ചെയ്യില്ല. അവിടെ നിന്ന് അവർക്ക് പോകാനുള്ള സൗകര്യം നോക്കി, യാത്ര സൗകര്യം നോക്കി വണ്ടി പിടിച്ച് പൊക്കോളും. ബൈ റോഡിൽ ഏതെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഒരു വണ്ടിയില്ല. എല്ലാ വണ്ടിയും ബൈപ്പാസ് വഴിയേ പോകത്തുള്ളൂ. ബൈക്കുകൾ മാത്രമേ ഇതുവഴി പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച് ആട്ടയും കൊണ്ട് വരണം. അതായത് പനത്തറയിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഉള്ള ആൾക്കാരായാലും ഒന്നീ പാച്ചിലൂർ പോകണം, ചുടുകാട് ക്ഷേത്രത്തിൻ്റെ അവിടെ, അല്ലെങ്കിൽ വാഴമുട്ടത്ത് പോകണം ഈ ബൈപ്പാസിൽ കയറണമെങ്കിൽ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഒരു സ്റ്റെപ്പ് വയ്ക്കുക, അല്ല സ്റ്റെപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക, ഒന്നും ഇവിടുത്തെ ബൈപ്പാസ് റോഡ് അതോറിറ്റിക്കാർ ചെയ്യുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. കണ്ടില്ലേ, ഇത് ഇത് കാരണം ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തതാണെന്ന് പറയും. ഇത്രയും ഹൈറ്റിൽ വയ്ക്കുമ്പം ഒരു വണ്ടി പോലും ഇവിടെ ഉള്ള ഈ സൈഡുള്ള എല്ലാ അപ്പുറത്തെയും ഇപ്പുറത്തെയും, അതായത് പനത്തറ സൈഡും അപ്പുറത്ത് തോപ്പടി സൈഡും ഇടവ സൈഡ് ആ സൈഡുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാണത്. പെട്ടെന്നൊരു അത്യാവശ്യത്തിൽ ഒരു ആട്ട പിടിച്ച് പോകണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, ആട്ടയും കിട്ടത്തില്ല. റോഡ് എങ്ങനെ ചാടി കയറുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ.